1981 മമ്മൂട്ടി സിനിമകളെ കുറിച്ചൊക്കെ നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. അതിൽ മമ്മൂട്ടി ആദ്യമായിട്ട് ഒരു സോളോ ഹീറോ ആയ സിനിമകളും നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 82 എന്ന് പറയുന്ന ഒരു വർഷം, ആ ഒരു വർഷത്തിൽ മമ്മൂക്ക ചെയ്ത പ്രധാനപ്പെട്ട സിനിമകളും മമ്മൂക്കയുടെ കരിയറിലെ എങ്ങനെ അത് സഹായിച്ചു എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 80 സിനിമയിൽ വന്നു മമ്മൂക്ക. അന്ന് വിൽക്കാനൊരു സ്വപ്നങ്ങളും മേളയും ചെയ്തു. 81 ആയപ്പോൾ കുറച്ചുകൂടി സിനിമകൾ, കുറച്ചധികം സിനിമകൾ ചെയ്തു. അതും ഒരു 10-ൽ താഴെ സിനിമകളൊക്കെ 81 മമ്മൂക്കയുടെ റിലീസായിരുന്നുള്ളൂ. പക്ഷേ 82 എന്ന് പറയുന്ന ഒരു വർഷം 23 സിനിമകളാണ്. ഇപ്പോഴത്തെ ഒരു ലിസ്റ്റ്, എനിക്ക് കിട്ടിയ ഒരു ലിസ്റ്റ് അനുസരിച്ച് 23 സിനിമകളാണ് മമ്മൂക്കയുടെ തിയേറ്ററിൽ റിലീസായിരിക്കുന്നത്. അതിൽ കുറച്ച് പ്രധാനപ്പെട്ട സിനിമകളുണ്ട്. അതിനെക്കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിലൊരു സിനിമ എന്ന് പറയുന്നതാണ് യവനിക. നമുക്കറിയാം, മലയാള സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ KG ജോർജ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ ഏറ്റവും മികച്ച സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു മുൻപന്തിയിൽ ഉണ്ടാകുന്നൊരു സിനിമ തന്നെയാണ് യവനിക. കാരണം നമുക്കറിയാം, ആ ഒരു സിനിമയുടെ ഒരു സ്ക്രീൻ പ്ലേ ഒരു നോൺ ലീനിയർ സ്റ്റൈലായിട്ടും ഫ്ലാഷ് ബാക്കിനുള്ളിൽ ഫ്ലാഷ് ബാക്ക് എന്നൊക്കെ പറയുന്ന കുറേ നമുക്കറിയാം. ആ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം. ലാൽ ജോസൊക്കെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്തും പല സംവിധായകരും പിന്നീട് വന്ന പുതിയ സംവിധായകരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരെയൊക്കെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ള സിനിമയാണ് യവനിക എന്നാണ്. ആ ഒരു സിനിമയിൽ ഒരുവിധ എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട് അന്നത്തെ. നമുക്കറിയാം, തിലകനും, നെടുമുടി വേണു നാഗവള്ളി, ജഗതി ശ്രീകുമാർ, കുറേ പേരുണ്ട്. അതിലൊരു നാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ആളുകളുടെ ജീവിതവും അതിലൊരു കൊലപാതകവും, ഭരത് ഗോപി അങ്ങനെ തബലിസ്റ്റ്, ഭരത് ഗോപിയുടെ ഒരു മരണവും ഒക്കെ അതിലൊരു അന്വേഷിക്കുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടാണ് മമ്മൂക്കയുടെ ക്യാരക്ടർ വരുന്നത്. എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതുവരെ നമുക്ക് ചെയ്ത സിനിമകളിൽ നിന്നും ഒരു പോലീസ് വേഷത്തിലോട്ട് കുറച്ചൊരു മെച്യൂർഡ് ഒരു ക്യാരക്ടർ കിട്ടിയ ഒരു സിനിമയായിരുന്നു യവനിക. അത് മമ്മൂക്കയുടെ കരിയറിൽ വളരെയധികം ഗുണം ചെയ്ത ഒരു സിനിമയാണ് ആ ഒരു വർഷത്തെ സിനിമ. അപ്പോൾ ഈ യവനിക എന്ന് പറഞ്ഞൊരു സിനിമയെക്കുറിച്ച് ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. അന്ന് ആ ഒരു സിനിമ ചെയ്യുമ്പോൾ ഭരത് ഗോപിയും, നെടുമുടി വേണു നാഗവള്ളി ഇവരൊക്കെയാണെന്ന് താരങ്ങൾ. മമ്മൂക്കയ്ക്ക് അന്ന് ഇവരെക്കാട്ടൊക്കെ റെമ്യൂണറേഷൻ കുറവാണ്. അന്ന് 10,000 രൂപ എന്താണ് മമ്മൂക്കയുടെ റെമ്യൂണറേഷൻ. നെടുമുടി വേണുവിന് അന്ന് 20,000 25,000 ഒക്കെ റെമ്യൂണറേഷൻ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തായാലും ആ ഒരു സിനിമ മമ്മൂക്കയുടെ കരിയറിൽ വളരെയധികം ഗുണം ചെയ്ത ഒരു സിനിമ തന്നെയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ പടയോട്ടത്തിൽ പ്രേം നസീർ, മധു, അന്നത്തെ ഏറ്റവും വലിയ 2 സൂപ്പർ സ്റ്റാർസ്. അവർ മുതൽ അങ്ങോട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നവോദയയുടെ സിനിമ, അതിൽ ലാലേട്ടനും അതുപോലെ തന്നെ ശങ്കർ, പൂർണിമ, ഇവരൊക്കെ അതായത് അവരുടെ ഒരു ക്യാമ്പിലുള്ള അന്നത്തെ ന്യൂജൻ ആൾക്കാർ മുതൽ സീനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവരും അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ മമ്മൂക്ക ലാലേട്ടൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ചൊക്കെ ഇതിൽ സെലക്ട് ചെയ്തതിനെ കുറിച്ചൊക്കെ മമ്മൂക്ക തമാശ രൂപേണൊക്കെ പിന്നീട് ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇതിലോട്ട് മമ്മൂക്കനെ അഭിനയിക്കാൻ വിളിക്കുന്നതും മമ്മൂക്ക അങ്ങോട്ട് ചെന്നിട്ട് അവിടെ കിടന്ന് വളരെ ലാഘവത്തോടു കൂടിയാണ് മമ്മൂക്ക അങ്ങോട്ട് ചെന്നതും. അതിൻ്റെ ഒരു സീരിയസ്നെസ്സോ റോളുടെ സീരിയസ്നെസ്സോ ഒന്നും അറിയാത്ത പോലെയാണ് ചെന്നത്. പക്ഷേ അതൊരു വളരെ എൻജോയ് ചെയ്ത ഒരു സിനിമ. നമുക്കറിയാം, അന്ന് ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് ഒരു സിനിമ തന്നെയായിരുന്നു പടയോട്ടം. ഒരുപാട് കളക്ഷൻ, എന്താ പറയുക, റെക്കോർഡുകൾ നേടിയ ഒരു സിനിമയാണ്. ആ ഒരു സിനിമയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. നമുക്ക് പ്രിയദർശനൊക്കെ ഒരു സിനിമയുടെ ഭാഗമാണ്. അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ ഗോവിന്ദൻകുട്ടി അദ്ദേഹമാണ് സ്ക്രീൻ പ്ലേ എങ്കിലും പ്രിയദർശനാണ് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. CB മലയിൽ ആ ഒരു സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ മമ്മൂക്കയ്ക്ക് സാധിച്ചു. എനിക്കൊണ്ട് നവോദയ എന്ന് പറയുന്ന അവരുടെ ഒരു ക്യാമ്പിലോട്ട് ലാലേട്ടനെ ആദ്യമായിട്ട് മമ്മൂക്ക പരിചയപ്പെടുന്നതും ഒരു സൗഹൃദത്തിലാണ്. മുമ്പ് അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ കൂടുതൽ സൗഹൃദമൊക്കെ ആവുന്നത് ഈ പടയോട്ടാണ്. കാരണം 82 പടയോട്ടം റിലീസായെങ്കിലും 81 അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കുറേ വർഷം എടുത്ത് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളും ഒരുപാട് ഭയങ്കര ഒരു ക്യാൻവാസിലുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു. എന്തായാലും പടയോട്ടം ഈ പറഞ്ഞ പോലെ തന്നെ മമ്മൂക്കയ്ക്ക് ആ വർഷത്തെ ഒരു ഹിറ്റ് സിനിമകൾ. മമ്മൂക്കയുടെ പേരെന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് അതിൽ ഒരു ചെറിയ ക്യാരക്ടർ റോളാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ മമ്മൂക്കയ്ക്ക് സാധിച്ചു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ IV ശശിയുടെ ഒരു സിനിമ, ജോൺ ജാഫർ ജനാർദ്ദനൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് ഒരു ഹിന്ദി സിനിമയുടെ, അമിതാഭ് ബച്ചനൊക്കെ അഭിനയിച്ച ഒരു ഹിന്ദി സിനിമയുടെ റീമേക്കാണ്. ഇപ്പോഴും നമുക്കറിയാം, ഇപ്പോഴും ജോൺ ജാഫർ ജനാർദ്ദൻ എന്നുള്ള ആ പാട്ടൊക്കെ ഇപ്പോഴും യൂട്യൂബിലൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതിൽ 3 നായകന്മാരാണ്, രതീഷ്, രവീന്ദ്രൻ, മമ്മൂട്ടി, ഇങ്ങനെ 3 പേരാണുള്ളത്. പക്ഷെ ആ ഒരു വർഷത്തെ ശരിക്കും ഒരു കമേഴ്ഷ്യൽ സിനിമ. നമുക്കറിയാം, അന്നത്തെ ഒരു 3 കുട്ടികൾ ചെറുപ്പത്തിൽ അവർ പിരിയുന്നതും പിന്നീട് അവർ ഒരുമിക്കുന്നതും ചേട്ടനിയന്മാർ, അങ്ങനത്തെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ സിനിമകളുടെ ഒരു ട്രെൻഡ് അതായിരുന്നല്ലോ. അതിൽപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു. പക്ഷേ മമ്മൂക്കയ്ക്ക് വളരെയധികം ഗുണം ചെയ്തൊരു സിനിമയാണ്. കാരണം രതീഷ് ആണ് അതിൽ ശരിക്കും പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു നായകൻ. കാരണം രതീഷാണ് അന്ന് ശരിക്കും ഒരു സ്റ്റാർ. രവീന്ദ്രനും എനിക്ക് തോന്നുന്നു ഒരു പൊടിക്ക് മുകളിൽ മമ്മൂക്കയെക്കാട്ടും മുകളിൽ സ്റ്റാർ ആയിട്ടുള്ള രവീന്ദ്രൻ. രണ്ടുപേരും, രതീഷും രവീന്ദ്രനും
മമ്മൂക്കയെക്കാട്ടും മുമ്പേ നായകന്മാരായ നടന്മാരാണ്. അപ്പം അവരുടെ ആ ഒരു ഒരുമിച്ച് നമുക്ക് ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഒരു 3 നായകന്മാരുടെ. ഇപ്പോഴും നമുക്കറിയാം ആ ഒരു സിനിമയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ ഇപ്പോഴും നോക്കിയാൽ ഇവർ 3 പേരും ഒരുമിച്ചുള്ള പോസ്റ്റേഴ്സാണ്. പിന്നെ ഇവരുടെ ഒരു ബന്ധം, കാരണം രതീഷ് രവീന്ദ്രൻ മമ്മൂട്ടി ഇവരുടെ ഒരു സൗഹൃദമൊക്കെ വളരെയധികം ദൃഢമാവുന്നത് ഈ ഒരു സിനിമയിലൂടെയാണ്. ഐ വി ശശിയുടെ ഒരു ഹിറ്റ് സിനിമ തന്നെയായിരുന്നു അത്. പിന്നെ മറ്റൊരു സിനിമ ഈ നാട്, ഇതേപോലെ തന്നെ ഐ വി ശശിയുടെ ഒരു ഏറ്റവും വലിയ ഒരു സിനിമ തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു ആ വർഷത്തെ മറ്റൊരു വലിയ സിനിമ. പടയോട്ടമാണോ ഈ നാടാണോ ആ വർഷം ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ രണ്ടും നല്ല കളക്ഷൻ കിട്ടിയ സിനിമകൾ തന്നെയായിരുന്നു. ഈ നാടിൽ ശരിക്കും ബാലയ്ക്കൻ നായരും ടി ജി രവി അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആ സിനിമയിലുണ്ട്. ശരിക്കും ബാലയ്ക്കൻ നായരാണ് ആ ഒരു സിനിമയുടെ പ്രധാന ഒരു നായകൻ എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല. മെയിൻ ഒരു ഇത് ബാലയ്ക്കൻ നായരാണ്. അതിൽ നമുക്കൊരു റോൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷേ നല്ലൊരു ക്യാരക്ടറാണ്. ഈ പറഞ്ഞ നല്ലൊരു സിനിമയുടെ ഒരു ഹിറ്റായിട്ടൊരു സിനിമയുടെ ഭാഗമാവാൻ മമ്മൂക്കയ്ക്ക് സാധിച്ചു. അതിൽ എനിക്ക് തോന്നുന്നു ലാലേട്ടനെ ഒഴിച്ച് ബാക്കിയല്ല ആ സമയത്തുള്ള ഐ വി ശശി സിനിമകൾ സ്ഥിരം കാണുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ആ സിനിമയിലുണ്ട്. ലാലു ലക്സിൻ്റെ ഒരു കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു ഈ നാട്. അതിലൊരു പോലീസ് ഓഫീസറായിട്ട് ലാലു ലക്സ് അഭിനയിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ലാലു ലക്സിന് പിന്നീട് ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ കിട്ടാൻ തുടങ്ങിയത്. സത്താർ, പിന്നെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് ആ ഒരു സിനിമ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? കണ്ടില്ല എന്തായാലും കാണാണ്ട്. കാരണം ഒരു പൊളിറ്റിക്സും തൊഴിലാളി പ്രശ്നങ്ങളും എല്ലാം മിക്സ് ചെയ്ത് ടി ദാമോദരൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, ഒരു എന്നും ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണത്. അങ്ങനെ മമ്മൂക്കയ്ക്ക് മറ്റൊരു ക്യാരക്ടർ റോളാണ്, പക്ഷെ നല്ലൊരു ഹിറ്റ് സിനിമയുടെ ഭാഗമാവാൻ പറ്റി. അപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട സിനിമകളല്ലാതെ വേറെയും കുറേ സിനിമകൾ മമ്മൂക്ക വർഷം ചെയ്തിട്ടുണ്ട്. അതിൽ ബലൂൺ എന്ന് പറയുന്ന ഒരു സിനിമ, അതിൽ മുകേഷാണ് നായകൻ. മുകേഷിനെ ആദ്യമായിട്ട് നായകനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമയായിരുന്നു. അതിൽ നമുക്ക് നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ചിരിയോ ചിരി എന്ന് പറഞ്ഞ ബാലേന്ദ്രമേൻ്റെ ഒരു സിനിമ, അത് ബാലേന്ദ്രമേൻ്റെ മണിയമ്പിള്ള രാജുവാണ് ശരിക്കും എല്ലാ നായകന്മാർ. വളരെ രസകരമായിട്ടുള്ള ബാലേന്ദ്രമേൻ്റെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് ചിരിയോ ചിരി. അത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് കണ്ട ഒരു സിനിമയാണ്. അതിനെക്കുറിച്ച് വലിയൊരു കഥകളൊക്കെ ഉണ്ട്, അതൊക്കെ മറ്റൊരു എപ്പിസോഡ് ചെയ്യാം. അപ്പോൾ അതിൽ ശരിക്കും മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു സിനിമയിൽ മമ്മൂക്ക, എനിക്ക് തോന്നുന്നു മമ്മൂക്ക ഇത് തന്നെയാണ്. കാരണം മമ്മൂട്ടി, സുകുമാരി ഇവരൊക്കെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്നതും ബാലേന്ദ്രമേൻ്റെ ഒരു കഥാപാത്രം ആ ഒരു സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്യുന്നതും അവിടത്തൊക്കെയാണ് ആ ബാലേന്ദ്രമേൻ്റെ ക്യാരക്ടറുടെ ഒരു ലൈഫ് മാറുന്നതൊക്കെ. അപ്പോൾ അതിൽ ചെറിയൊരു ക്യാമിയോ റോളെന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു വേഷമാണ് നമുക്ക് ആ ഒരു സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറേ സിനിമകളുണ്ട്. ഏകദേശം ഒരു 23ഓളം സിനിമകളാണ് അന്ന് തിയേറ്ററിൽ റിലീസായത്. പക്ഷേ ഇതിലെല്ലാം തന്നെ കൂടുതലും സപ്പോർട്ടിംഗ് റോളുകളാണ്. അങ്ങനെ ഒരു സോളോ ഹീറോ റോൾസിലുപരി മൾട്ടി സ്റ്റാർ സിനിമകളോ സപ്പോർട്ടിംഗ് റോളുകളൊക്കെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്കിടെ കരിയറിലൊക്കെ എന്താ പറയുക, ഒരു സ്റ്റാർട്ടപ്പിലേക്കൊക്കെ വളരെയധികം ഗുണം ചെയ്തിട്ടുള്ള സിനിമകൾ ഇറങ്ങിയ ഒരു വർഷം തന്നെയാണ് 82 എന്ന് പറയുന്നത്. പിന്നെ 83, 84 ആയപ്പോൾ നമുക്ക് ശരിക്കും ഒരു സോളോ ഹീറോ ഒക്കെ ആയിട്ട് ഒരുപാട് ഹിറ്റുകൾ വന്നു തുടങ്ങി. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ മറ്റൊരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം.